എൽഡിഎഫിന്റെ കേരള സംരക്ഷണ യാത്രയിൽ തെക്കൻ മേഖലാ ജാഥ കോട്ടയത്ത് സ്വീകരണം ഏറ്റുവാങ്ങി കോടിയേരി സംസാരിക്കും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഏപ്രിൽ മാസം ലോക്സഭയിലേക്ക് കൂടെ ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ പ്രഖ്യാപനം വന്നാൽ പിന്നെ ചുരുങ്ങിയ ദിവസം മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇലക്ഷന്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ എല്ലാവരും സന്നദ്ധമാകണം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി BJPയെ അധികാരത്തിൽ പുറത്താക്കണം. കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരണം. അതിന് ഇടതുപക്ഷം ജയിക്കണം. ഇടതുപക്ഷം ജയിച്ചാൽ മാത്രമേ BJPയെ പുറത്താക്കാൻ കഴിയുമെന്നത് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. 2004 6 കൊല്ലം BJP ഇന്ത്യ ഭരിച്ചപ്പോഴാണ് വാജ്പേയി സർക്കാർ ഇലക്ഷനെ നേരിട്ടത്. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു BJP എന്ന ഇലക്ഷൻ അഭിമുഖീകരിച്ചത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് 20ൽ 18 സീറ്റ് കിട്ടി. അതുകൊണ്ട് കേന്ദ്രത്തിൽ വാജ്പേയി സർക്കാരിനെ അധികാരത്തിൽ പുറത്താക്കാൻ സാധിച്ചു. കോൺഗ്രസ് ജയിച്ചാലും കോൺഗ്രസുകാർ BJPക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയാണ്. അതാണ് ഗോവയിലും മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും നാം കണ്ടത്. അവിടങ്ങളിലൊക്കെ ഇലക്ഷനിൽ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ BJPക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ കോൺഗ്രസുകാർ കാലുമാറിക്കൊടുത്തു. അങ്ങനെയാണ് ഇവിടങ്ങളിൽ BJP മന്ത്രിസഭ വന്നു. അരുണാചൽ പ്രദേശിന്റെ കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ 60 അംഗങ്ങളുള്ള നിയമസഭയിൽ 45 കോൺഗ്രസുകാർ ജയിച്ചു. ജയിച്ച കോൺഗ്രസുകാരിൽ 34 കോൺഗ്രസുകാർ MLA-മാർ BJPയിലേക്ക് കാലുമാറി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരെ BJPയിലേക്ക് പോയി. ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ BJPയുടെ ഭരണം കാലുമാറിയ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അരുണാചൽ പ്രദേശിൽ നടക്കുകയാണ്. ഈ കാലുമാറുന്നവർക്ക് BJP കോടികളാണ് കൊടുക്കുന്നത്. കർണാടകത്തിൽ ഒരു കോൺഗ്രസ് MLA BJPയിലേക്ക് പോയാൽ നിശ്ചയിച്ചിരിക്കുന്ന വില 25 കോടിയാണ്. കർണാടകത്തിലെ കോൺഗ്രസിന്റെ സ്പീക്കർക്ക് വില നിശ്ചയിച്ചിരിക്കുകയാണ് 50 കോടി. പണാധിപത്യം, കോർപ്പറേറ്റുകൾ വഴി BJP ആളുകളെ വിലക്കെടുക്കുന്നു. ആ സന്ദർഭത്തിൽ കോൺഗ്രസുകാർ അങ്ങോട്ടേക്ക് പോകുന്നു. ഇടതുപക്ഷക്കാരൻ ജയിച്ചാൽ ഒരിക്കലും BJPക്ക് അനുകൂലമായി അവരുടെ കൈ പൊക്കുകയില്ല. ഇടതുപക്ഷക്കാരനെ ജനങ്ങൾക്ക് വിശ്വസിക്കാം. ഇടതുപക്ഷക്കാരന് കാലുമാറില്ല. ഇടതുപക്ഷക്കാരന്റെ കാല് നല്ല ഉറച്ച കാലാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഇതിനകം മനസ്സിലാക്കിയത് കൊണ്ടാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഒരു സ്ഥലത്ത് മത്സരിക്കുമ്പോൾ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്നത്. ഇതാണ് 2004 കേരളം ഇന്ത്യക്ക് കൊടുത്ത സന്ദേശം. അന്ന് ഒരു UDF ജയിച്ചോളൂ. ബാക്കി UDFകാർ 19 സീറ്റിൽ വന്ന് തോറ്റു. ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് ജയിച്ചില്ല. 2004 കോട്ടയത്തും അന്ന് UDF തോറ്റു. ഇത് ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് അന്ന് നൽകിയത്. 2019 ഈ കേരളം 2004 ആവർത്തിക്കണം. അതിനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ കാണുന്നു.
RSS നിയന്ത്രിക്കുന്ന BJP ഇന്ത്യ ഭരിക്കുമ്പോൾ മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും ജീവിക്കാൻ കഴിയാത്ത നാടായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ല. ജഡ്ജിമാരുടെ ജീവൻ പോലും സുരക്ഷിതമല്ല. സാഹിത്യകാരന്മാരെ വെടിവെച്ച് കൊല്ലുന്നു. സൈനിക സുരക്ഷ പോലും ഇല്ലാതായി. രാജ്യസുരക്ഷ പോലും ഉറപ്പുവരുത്താൻ കഴിയാത്ത BJP എന്തിനാണ് ഈ രാജ്യം ഭരിക്കുന്നത്? കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു രാജ്യരക്ഷ BJP കൂടി. എന്നാൽ BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഭീകരവാദ ആക്രമണത്തിൽ നമ്മുടെ സൈനികർ, ഈ രാജ്യത്തിന്റെ വിലപ്പെട്ട മക്കൾ 890-ലധികം ആളുകളാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഭീകരവാദ ആക്രമണം തടയാൻ BJP കഴിഞ്ഞില്ല. നേരത്തെ BJP 6 വർഷം ഭരിച്ച കാലത്താണ് ഏറ്റവും വലിയ ഭീകരവാദ ആക്രമണം അന്നുണ്ടായത്. അന്നാണ് ഇന്ത്യൻ പാർലമെന്റ് ഭീകരവാദികൾ ആക്രമിച്ചത്. എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ പ്രവർത്തിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വം ഭരണഘടന ഉദ്ഘോഷിക്കുന്നതാണ്. മൗലിക അവകാശം സ്ത്രീകൾക്കും പുരുഷനും തുല്യമാണ്. എന്നാൽ ഇന്നും പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. ഇതിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് അർഹമായ പരിഗണന പല മേഖലകളിലും ഇപ്പോഴും കിട്ടുന്നില്ല. ഇന്ത്യൻ പാർലമെന്റിൽ സ്ത്രീ പ്രാതിനിധ്യം നമ്മുടെ ലോകത്തിലുള്ള അയൽ രാജ്യങ്ങളെക്കാൾ ഏറ്റവും കുറവാണ്. കേരള നിയമസഭയിൽ 13 വനിതകളാണുള്ളത്. ഈ 13 പേരും LDF ആണ്. ലോകസഭയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു സ്ത്രീയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച സഖാവ് PK ശ്രീമതി ടീച്ചറാണ്. UDFന്റെ ഒറ്റയാളും ഇല്ല. ഇടതുപക്ഷമാണ് സ്ത്രീ പദവി ഉയർത്താൻ എപ്പോഴും ഇടപെടുകയും വനിതകൾക്ക് പരിഗണന കൊടുക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ ഇത്തവണ കേരളത്തിൽ ഒരു വനിതാ ക്ഷേമ വകുപ്പ് രൂപീകരിച്ചു. ആദ്യമായിട്ടാണത്. ബഡ്ജറ്റിൽ ജെൻഡർ ബഡ്ജറ്റ്, സ്ത്രീകൾക്ക് പ്രത്യേകമായ പരിരക്ഷ കൊടുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു. എല്ലാ വകുപ്പുകളും ആ വകുപ്പിന് അനുവദിച്ച തുകയിൽ നിന്ന് 10% വനിതാ ഘടക പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കണം. നേരത്തെ ബഡ്ജറ്റുകളിൽ 11% സ്ത്രീകൾക്ക് കൊടുത്തതെങ്കിൽ LDF അത് 16% ഉയർത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി ഇന്ന് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. സ്ത്രീകൾ ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളിലും അവരുടെ വരുമാനത്തിൽ വർധന ഉണ്ടാക്കി കൊടുത്തു. അംഗനവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, അംഗനവാടി ഹെൽപ്പർമാർ ഇവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. പ്രീ പ്രൈമറി ടീച്ചർമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ചു കൊടുത്തു. അംഗനവാടി ജീവനക്കാർക്കും ഹെൽപ്പർമാർക്കും ക്ഷേമനിധി കൊണ്ടുവന്നു. NREG ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കാൻ സർക്കാർ ഫണ്ട് നീക്കിവെച്ചു. NREG തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരികയാണ്. ഇങ്ങനെയുള്ള മേഖലകളിൽ ഇടപെട്ടത് സ്ത്രീപക്ഷ നിലപാടാണ് ഇടതുപക്ഷത്തിന് നേതൃത്വകൊണ്ടാണ്. സ്ത്രീകൾ കൂടുതൽ പണിയെടുക്കുന്ന നഴ്സിംഗ് മേഖലയിൽ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ മിനിമം വേതനം നിശ്ചയിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. തോട്ടം തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ചു. കയർ മേഖല പുനരുദ്ധീകരിച്ചു. കൈത്തറി വ്യവസായത്തിന് പ്രോത്സാഹനം കൊടുത്തു. കശുവണ്ടി വ്യവസായത്തെ രക്ഷിച്ചു. ഇതെല്ലാം പണിയെടുക്കുന്ന സ്ത്രീകളുള്ള മേഖലകളിൽ ഒരു കൈത്താങ് കൊടുക്കാൻ LDF സർക്കാർ ഇടപെട്ടു.
ഒരു വീട്ടിൽ ഒരു സ്ത്രീ സ്ഥിരം വരുമാനം ഉണ്ടായാൽ ആ വീട്ടിൽ വെളിച്ചം ഉണ്ടാകും. ഈ കാഴ്ചപ്പാടോടു കൂടിയാണ് LDF സർക്കാർ ഈ കാലങ്ങളിൽ പ്രവർത്തിച്ചത്. 100,000 പേരെ PSC വഴി നിയമിച്ചു. ഇതിൽ ഭൂരിപക്ഷം സ്ത്രീകൾക്കാണ് PSC വഴി ജോലി കിട്ടിയത്. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരം ലഭിക്കുന്ന വകുപ്പുകളിൽ കൂടുതൽ തസ്തിക സൃഷ്ടിച്ചു. വിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലും 20,000 തസ്തിക വർദ്ധിപ്പിച്ചു. പോലീസിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചു. 1200 വനിതകൾ ഉൾക്കൊള്ളുന്ന ഒരു വനിതാ ബറ്റാലിയൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. SI-മാരായി ഡയറക്ട് SI-മാരായി വനിതകളെ കേരളത്തിൽ നിശ്ചയിക്കാൻ തുടങ്ങി. ഇതെല്ലാം സ്ത്രീ പദവി ഉയർത്താൻ LDF സർക്കാർ നടത്തിയ ഇടപെടലാണ് എന്ന് സമൂഹം ഓർക്കണം. സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും തുല്യ പരിഗണന കൊടുക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് LDF-ന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. സർക്കാർ ഇടപെട്ട മറ്റൊരു മേഖല പട്ടികജാതി പട്ടികവർഗ മേഖലയാണ്. ഇന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗം എത്തിയിട്ടില്ല. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ആ മേഖലയെ പ്രത്യേകമായ പരിഗണന കൊടുക്കാൻ LDF സർക്കാർ ഇടപെട്ടിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി SC/ST മേഖലയിൽ മാറ്റം വരണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അതിന്റെ നടപടികൾക്ക് LDF സർക്കാർ തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡും ലവ്സം ഗ്രൈൻഡും 25% വർദ്ധിപ്പിച്ചു. പഠിക്കാൻ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് MBBS സൗജന്യമായി പഠിപ്പിക്കും. വിദേശത്ത് പഠിക്കാൻ യോഗ്യത നേടുന്ന SC/ST വിദ്യാർത്ഥികളെ വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിക്കും. 15 പേർ അമേരിക്കയിലും ലണ്ടനിലും SC/ST വിദ്യാർത്ഥികളെ സർക്കാർ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു. ഇതെല്ലാം മുൻകാലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ മേഖലയിൽ വരുത്താൻ വേണ്ടി ഇടപെടൽ സാമൂഹ്യനീതി ഉറപ്പുവരുത്താനാണ്. വിദേശത്തേക്ക് ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ വിദേശത്തേക്ക് പോകുന്നവരിൽ, ജോലി തേടി പോകുന്നവരിൽ ഏറ്റവും കുറവ് ഇപ്പോഴും SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. കഠിനാധ്വാനികളായിട്ടുള്ള SC/ST വിഭാഗത്തിന് എന്തുകൊണ്ടാണ് വിദേശത്ത് ജോലി കിട്ടാത്തത്? ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് പരിഗണിക്കാനാണ് ആ മേഖലയിലുള്ളവർ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ നൈപുണ്യം വികസിപ്പിക്കാനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചു. 15,000 പേർക്ക് സർക്കാർ ട്രെയിനിങ് കൊടുക്കുകയാണ്. തൊഴിൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റാൻ, സ്കിൽഡ് വർക്കേഴ്സ് ആക്കി മാറ്റാൻ. അതിൽ 250 പേർക്ക് വിദേശത്ത് ജോലി കിട്ടി. എല്ലാ തലത്തിലും വരുന്ന മാറ്റം പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഉണ്ടാക്കണം. ഇതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ലക്ഷ്യം. പട്ടികവർഗ വിഭാഗമാണ് ആദിവാസി ജനസമൂഹം ഏറ്റവും പിറകിലാണ് ഇപ്പോഴും. സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്, എല്ലാ ആദിവാസി കുടുംബത്തിലും ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കണം. നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ വയനാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ആദിവാസികൾ. അവിടുത്തെ ജനസംഖ്യയിൽ ഗണ്യമായ ഭാഗം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്. കാടിന്റെ മക്കൾ 243 പേർ അവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിച്ച് നിൽക്കുന്നതായിരുന്നു. TTC, B.Ed, M.Ed ഇടതുപക്ഷം വന്നു. ആ 243 പേരെയും അധ്യാപകന്മാരായി നിശ്ചയിച്ച് ഉത്തരവ് കൊടുത്തു. ആദിവാസി സമൂഹത്തിൽ ഒരു അധ്യാപക സമൂഹത്തെ ഇടതുപക്ഷം സൃഷ്ടിച്ചു. 100 പേരെ പോലീസിലേക്ക് എടുത്തു, എക്സൈസിലേക്ക് എടുത്തു. ഫോറസ്റ്റ് വാച്ചർമാരായിട്ട് എടുക്കാനുള്ള നടപടി PSC സ്വീകരിച്ചു വരുന്നു. ആദിവാസി ഊരുകളിൽ പോലീസുകാർ. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആദിവാസി ക്ഷേമ സമിതിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ അവിടെ പങ്കെടുത്ത കൂട്ടത്തിൽ ഒരു സഹോദരി വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് എനിക്കൊരു സല്യൂട്ട് തന്നു. അവർ ചോദിച്ചു, എന്നെ അറിയുമോ സാറേ? ഞാനാണ് അട്ടപ്പാടി
തല്ലേറ്റ് മരിച്ച മധുവിന്റെ സഹോദരിയാണ്. സാറന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്നല്ലോ, ഞാനിന്ന് കേരള പോലീസിലാണ് എന്ന അഭിമാനത്തോടു കൂടി ആ സഹോദരി പറഞ്ഞപ്പോൾ പരമ്പരാഗത തൊഴിലാളികളായി കണക്കാക്കി അവർക്ക് ആനുകൂല്യം കൊടുക്കും. അതിന് 10 കോടി രൂപ ഈ വർഷത്തെ ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുകയാണ്. ഒരു മേഖലയും ഞങ്ങൾ അവഗണിക്കില്ല. NRIക്കാർ അവർക്ക് ക്ഷേമനിധിയും ആനുകൂല്യം കൊടുത്തത് കഴിഞ്ഞ BS ഗവൺമെന്റ് കാലത്താണ്. അന്ന് പെൻഷൻ കൊടുത്തത് NRIക്കാർക്ക് 500 രൂപ. നമ്മുടെ സർക്കാർ ഇപ്പോൾ വന്നു, UDF ഒരു പൈസ അന്ന് കൊടുത്തില്ലല്ലോ. നമ്മുടെ സർക്കാർ വന്നപ്പോൾ അത് 2000 രൂപയായി വർദ്ധിപ്പിച്ച് പ്രവാസി പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേകത, ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ മുഖ്യമന്ത്രി ഷാർജയിൽ പോയി അവിടുത്തെ ഭരണാധികാരിയെ കണ്ടു. അദ്ദേഹത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. ഷാർജ ഭരണാധികാരി തിരുവനന്തപുരത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയോട് പറഞ്ഞു, ഷാർജ ജയിലിൽ കുറെ മലയാളികൾ കിടക്കുന്നുണ്ട്, അവരൊന്ന് മോചിപ്പിച്ചുകൂടെ? ആ വിശാലഹൃദയനായ ഷാർജ രാജാവ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, കേരളത്തിലുള്ള ആളുകളെ മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരെയും ഞാൻ അവിടെ എത്തിയ ഉടനെ മോചിപ്പിക്കും എന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വാക്കുകൊടുത്തു. അദ്ദേഹം അവിടെ എത്തുമ്പോഴേക്കും അവരെ മോചിപ്പിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഒരു വിദേശ രാജ്യത്തിലെ പ്രശ്നം ഇടപെടാൻ നമ്മുടെ മുഖ്യമന്ത്രി വേണ്ടി വന്നില്ലേ? പ്രധാനമന്ത്രി എത്ര പ്രാവശ്യം UAE പോയിട്ടുണ്ട്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 3 മാസത്തിലൊരിക്കലെങ്കിലും പോയിട്ടില്ലേ? ആരൊക്കെ അവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്? ഒന്ന് ഇടപെടാൻ തോന്നിയോ? ഞങ്ങളൊക്കെ ദുബായിലും ഷാർജയിലൊക്കെ പോയപ്പോൾ പലപ്പോഴും നിവേദനം കിട്ടി ഈ പ്രശ്നം. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത. ഞങ്ങൾ നടന്നു വന്ന വഴികൾ ഒരിക്കലും മറന്നു പോകാത്തവരായതുകൊണ്ടാണ് പിണറായി വിജയന് നേരത്തെ കിട്ടിയ നിവേദനം ഓർത്തെടുത്ത് സന്ദർഭം കിട്ടിയപ്പോൾ ഇത് നടപ്പാക്കി. ഇങ്ങനെ ചെയ്യുന്ന ഒരു ഭരണകൂടം ഈ കേരളത്തിലുണ്ട് എന്ന് ഈ കാലം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞില്ലേ? ഇതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. പാവപ്പെട്ടതിൽ പാവപ്പെട്ടവനെ സഹായിക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട്. അതിന്റെ ഭാഗമായി അവശത അനുഭവിക്കുന്നവർക്ക് പെൻഷൻ കൊടുക്കുന്നു കേരളത്തിൽ. കർഷക തൊഴിലാളികൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, 50 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ കഴിയാത്ത സ്ത്രീകൾ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ആനുകൂല്യം കൊടുക്കുന്ന നടപടി LDF ആണ് ഇവിടെ ആരംഭിച്ചത്. ഈ പെൻഷനുകളെല്ലാം UDF ഭരിക്കുന്ന കാലത്ത് 600 രൂപയായിരുന്നു പെൻഷൻ. ഇലക്ഷൻ കാലത്ത് ഇടതുപക്ഷം പറഞ്ഞു, ഇടതുപക്ഷം വന്നാൽ ഈ 600 വർദ്ധിപ്പിക്കും, 1000 ആക്കും. അധികാരത്തിൽ വന്ന ആദ്യ വർഷം തന്നെ 600 1000 ഈ വർഷം 600 രൂപ പെൻഷൻ 1200 വർദ്ധിപ്പിച്ചു. ഏപ്രിൽ മാസം മുതൽ ആ പെൻഷൻ കിട്ടുന്നവർക്ക് 1200 കിട്ടും. നേരത്തെ പ്രഖ്യാപിച്ച 1100 ഒരു 4 മാസത്തെ കുടിശ്ശികയുണ്ട്. ഡിസംബർ മാസം മുതൽ. UDFന്റെ കാലത്ത് 2 കൊല്ലം കുടിശ്ശികയായിരുന്നു. എന്നാൽ ഈ 4 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഈ മാർച്ച് മാസം 25 മുതൽ ഈ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യും. എന്നാൽ ഇത്തവണ കുടിശ്ശിക മാത്രമല്ല, 4 മാസത്തെ കുടിശ്ശിക മാത്രമല്ല, ഏപ്രിൽ മാസം തരേണ്ടുന്ന പൈസ 1200 അത് അഡ്വാൻസ് ആയിട്ട് അതും കൂടി ചേർത്ത് 5600 രൂപ എല്ലാ വീട്ടിലും എത്തി. 80 അന്നത്തെ പ്രതിപക്ഷ നേതാവ് കരുണാകരൻ ചാടി എഴുന്നേറ്റു. കരുണാകരൻ പറഞ്ഞു, മിസ്റ്റർ നായനാർ, വലിയ അബദ്ധമാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പൊ നായനാർ ചോദിച്ചു, എന്താ പ്രശ്നം? ഈ കർഷക തൊഴിലാളിക്ക് ഈ 45 രൂപ കൊടുത്താൽ അവൻ കള്ള് ഷാപ്പ് പോകും. അതിന് അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് നായനാരുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു. നായനാർ പറഞ്ഞു, കരുണാകര, ഈ കർഷക തൊഴിലാളി എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വയലിൽ പണിയെടുക്കുന്നവരല്ലേ? അവർ വൈകുന്നേരം തളർന്നു വരുമ്പോൾ ഒരു 5 രൂപയ്ക്ക് കള്ള് കുടിച്ചോട്ടെ കരുണാകര എന്ന് പറഞ്ഞു. അന്ന് അതിനെ എതിർത്തവരാണ് ഈ കോൺഗ്രസ്സുകാർ.
പിന്നീട് 1987 ക്ഷേമനിധി കൊണ്ടുവന്നു ഇടതുപക്ഷം. അന്ന് നമ്മുടെ ഗവൺമെന്റിനെ നോക്കി നിങ്ങൾ ക്ഷേമനിധി ഗവൺമെന്റ് ആണ് എന്ന് ആക്ഷേപിച്ചു. ഇന്ന് കയർ തൊഴിലാളിക്ക് ക്ഷേമനിധി, അംഗനവാടി ജീവനക്കാർക്ക് ക്ഷേമനിധി, സമൂഹത്തിലെ എല്ലാ തുറകളിൽപ്പെട്ടവർക്കും ക്ഷേമനിധിയും അതിൽ പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഒരു സംവിധാനം, ശക്തമായ സാമൂഹ്യ സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നത് ഈ കേരളത്തിലല്ലേ? വിശക്കുന്നവൻ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, അവന് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ വിശപ്പ് രഹിത കേരളം പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നൊരു പദ്ധതി സർക്കാർ ഇപ്പോൾ ആസൂത്രണം ചെയ്യുകയും ചില സ്ഥലത്ത് ഇപ്പോൾ അത് നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ്. ആലപ്പുഴയിലും മറ്റു ചില മേഖലകളിലും ഇപ്പോൾ അത് നടപ്പാക്കി കഴിഞ്ഞു. ഇങ്ങനെ കേരളം മാറുകയാണ്. ഇന്ത്യക്ക് മാതൃക കാണിക്കുന്ന ഒരു സംസ്ഥാനമായി ഇന്ന് കേരളം മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ വിറങ്ങലിച്ചു നിന്ന കർഷക മേഖലയിൽ പ്രതീക്ഷയുണ്ടാക്കി. റബ്ബർ മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷ കൊടുക്കുന്നു. റബ്ബർ മേഖലയ്ക്ക് ഈ വർഷത്തെ ബഡ്ജറ്റിൽ 500 കോടി രൂപ സർക്കാർ നീക്കിവെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഒരു വ്യവസായ സ്ഥാപനം, റബ്ബർ അധിഷ്ഠിതമായ വ്യവസായ സ്ഥാപനം ഇവിടെ വേണം. അത് വിപുലമായ രീതിയിൽ വേണം. അത് കണക്കാക്കിക്കൊണ്ട് സിയാൽ മോഡലിൽ ഒരു കമ്പനി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ബലൂണ് മുതൽ ടയർ വരെ നിർമ്മിക്കുന്ന ഒരു വൻകിട ഫാക്ടറി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിനുവേണ്ടി കോട്ടയം ജില്ലയിൽ 200 ഏക്കർ സ്ഥലം കണ്ടെത്താൻ കിൻഫ്രയോട് ഗവൺമെന്റ് നിർദ്ദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ റബ്ബർ മേഖലയെ മാറ്റം വരുത്താൻ സർക്കാർ നടത്തുന്ന ഇടപെടലാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറക്കുമതി ചുങ്കം കേന്ദ്രം വീണ്ടും കുറയ്ക്കുകയാണ്. ഇത് റബ്ബർ മേഖലയിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. കർഷകരെ കൊള്ളയടിച്ച് വ്യവസായികൾക്ക് വളരാനുള്ള അവസരം BJP ചെയ്തു കൊടുക്കുന്നു. കോർപ്പറേറ്റുകളാണ് ഈ രാജ്യം ഭരിക്കുന്നത്. കൃഷിക്കാർക്ക് യാതൊരു ശബ്ദവും പുറപ്പെടുവിക്കാൻ കഴിയാത്ത രാജ്യം, കൃഷിക്കാരൻ അവഗണിക്കപ്പെടുന്ന രാജ്യം. BJP വന്നപ്പോൾ മാത്രം 60,000 കൃഷിക്കാർ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു. ഈ ദുരന്തം ഉണ്ടാക്കുന്ന നയം സ്വീകരിക്കുന്നത് കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി വരുന്ന കർഷക നയത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ കൂടുതൽ വിശദീകരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം രാജ്യത്തിന്റെ ചർച്ചാ വിഷയമാണ്. BJPക്കും കോൺഗ്രസിനും ബദൽ എന്താണ് എന്ന് നിരാശരായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം ആണ് വഴികാട്ടിയായി ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിലുള്ളത്. ഇതിന്റെ പ്രതികരണം സൃഷ്ടിക്കണമെങ്കിൽ നമുക്ക് കേന്ദ്രത്തിൽ കേരളത്തെ സഹായിക്കുന്ന ഒരു സർക്കാർ വേണം. BJP സർക്കാർ കേരളത്തെ സഹായിക്കുന്നില്ല. കേരളത്തോട് വൈരനിര്യാതന സമീപനമാണ് BJP സർക്കാർ സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു കേന്ദ്രം നമ്മളെ സഹായിച്ചിരുന്നുവെങ്കിൽ. കേരളത്തെ സഹായിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ഉണ്ടാവണം. അതുണ്ടാകണമെങ്കിൽ ഇടതുപക്ഷത്തിന് ഇടപെടാൻ കഴിയുന്നൊരു പാർലമെന്റ് വേണം. ഇടതുപക്ഷത്തിന് ഇടപെടാൻ കഴിയുന്നൊരു അംഗബലമുള്ളൊരു പാർലമെന്റ് രൂപീകരിച്ചാൽ നമുക്ക് കേരളത്തിൽ അതിന്റെ നേട്ടം ഉണ്ടാവും. അതിനുള്ള അവസരമായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തണം. ഇത് ഇടതുപക്ഷം ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ്. ജനങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു മാറ്റം വരുന്നുണ്ട്. അതാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലം. ഏറ്റവും ഒടുവിൽ നടന്ന ഫെബ്രുവരി മാസം നടന്ന 14 നടന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനാണ് കൂടുതൽ നേട്ടമുണ്ടായത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ, സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ, ഇതിലെല്ലാം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് വലിയ മുന്നേറ്റമുണ്ടായി. കേരളത്തിലെ യുവതലമുറ എങ്ങോട്ടാണ് ചിന്തിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ 50,000-ത്തിലും ആളുകൾ വോട്ട് ചെയ്തു. അതിൽ വന്ന പ്രതികരണം നിങ്ങൾ ശ്രദ്ധിക്കണം. 45% വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടി. UDFന് കിട്ടിയത് 38%, BJPക്ക് 12% വോട്ടാണ് ഈ 50,000 പേർ വോട്ട് ചെയ്തപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ചില ടെലിവിഷൻ ചാനലുകളും
ചില സർവേക്കാരും ഇതൊന്നും അംഗീകരിക്കില്ല. അവരൊരു സർവേ നടത്തും, എന്നിട്ട് പറയും ഇടതുപക്ഷത്തിന് സീറ്റില്ല. ചിലർ വളരെ കഷ്ടിച്ചിട്ട് പറയും ഒരു 3 സീറ്റ് ഇടതുപക്ഷം പിടിച്ചു. ഇങ്ങനെയുള്ള സർവേ റിപ്പോർട്ടുകാർ പറയുന്നതനുസരിച്ചല്ല ജനങ്ങൾ വിധിയെടുക്കുന്നത് എന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തെളിയിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് അതിന് യാതൊരു ബന്ധവുമില്ല. അത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ പാർട്ടി അവിടെ തീരുമാനിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ CPM-മായി ബന്ധപ്പെട്ട ആരെങ്കിലും ആ സംഭവത്തിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടി വെച്ചു പൊറപ്പിക്കുകയില്ല എന്ന് അസന്നിധമായി പ്രഖ്യാപിച്ചു. നിർദാക്ഷിണ്യ നടപടി സ്വീകരിക്കും എന്ന് പാർട്ടി പറഞ്ഞു. ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിച്ചു. പ്രതികളെ പിടികൂടി നിയമത്തിന് മുന്നിലെത്തിക്കുന്നു. ഇത്രയും ഫലപ്രദമായ കേസന്വേഷണവും മാതൃകാപരമായ ഇടപെടലും പാർട്ടിയുടെ ഭാഗത്തുണ്ടായപ്പോൾ അവർ ഉദ്ദേശ ഫലം കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ തുടർച്ചയായി അക്രമത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശം കോൺഗ്രസിനൊരു ശക്തി കേന്ദ്രമാണ്. അവിടെ CPM-ന് ഒരു ഓഫീസ് സ്ഥാപിച്ചത് മുതൽ പാർട്ടിക്കെതിരായുള്ള ആക്രമണമാണ്. അങ്ങനെ നിരവധി സംഭവങ്ങൾ അവിടെ നടന്നു. എന്തെല്ലാം സംഭവം നടന്നിട്ടുണ്ടെങ്കിലും അതിലൊന്നും പകരം ചോദിക്കേണ്ടുന്ന സമയമല്ലേ. അങ്ങനെ പകരം ചോദിക്കാൻ ആരും തീരുമാനിച്ചിട്ടുമില്ല. പാർട്ടിക്ക് അങ്ങനെ ഒരു നയമില്ല. പഴയകാല സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞ് കണക്ക് തീർക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കരുത്. സമാധാനമാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പാർട്ടി നിലപാട് പരസ്യമായി പ്രകടിപ്പിച്ചു. അത്തരമൊരു നിലപാട് സ്വീകരിച്ച പാർട്ടിയെ, പ്രഖ്യാപിച്ച നിലപാടിനെ അംഗീകരിക്കുന്നതിന് പകരം ഇതുപയോഗിച്ചുകൊണ്ട് ഇനി ഇടതുപക്ഷത്തെ ഇല്ലാതാക്കി കളയാം, ഇതുപയോഗിച്ചുകൊണ്ട് CPM-ന്റെ ഹൃദയമെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ചിലരിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിന് ചില കുത്തക മാധ്യമങ്ങൾ വമ്പിച്ച പിന്തുണയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നാണല്ലോ ഈ മലയാള മനോരമ അടിച്ചു വരുന്ന സ്ഥലം. മലയാള മനോരമയുടെ പത്രം രാവിലെ വായിച്ചാൽ എത്ര പേജുകളാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. ഇപ്പൊ രാവിലെ മലയാള മനോരമ എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉള്ള അനുഭവം എന്താ? കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വീട്ടിൽ വന്നതുപോലെയാണ് മലയാള മനോരമ വീട്ടിലേക്ക് വരുമ്പോഴുള്ള അനുഭവം. മണ്ഡലം പ്രസിഡന്റ് വന്ന് എന്തെല്ലാം നുണ പറയുമോ അതൊക്കെ ഈ പത്രവും പറയും. അതുകൊണ്ട് അത്രയും അത് കണക്കിലെടുക്കണ്ടു. വല്ലാതെ വിശ്വസിച്ചു പോയാൽ നമ്മൾ തല എവിടെയും ആയിപ്പോകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കുത്തക മാധ്യമങ്ങൾ ഇപ്പോൾ UDF-ന്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിക്കുകയാണ്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് അവരുടെ നീക്കം. നല്ല വാർത്തയൊക്കെ ചിലപ്പോൾ പത്രം കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ ദേശാഭിമാനി കൊടുക്കുന്നതിനേക്കാൾ നല്ല വാർത്ത ഒരു ദിവസം മനോരമ കൊടുക്കും. വനിതാ മതിൽ നമ്മൾ തീർത്തു. 55 ലക്ഷം ആളുകൾ പങ്കെടുത്തു. നമ്മുടെ കൂടെ നിൽക്കുന്ന പത്രങ്ങളൊക്കെ 55 ലക്ഷം പറഞ്ഞു. സംഘടനയും പറഞ്ഞു 55 ലക്ഷം. മലയാള മനോരമ പറഞ്ഞു 50 ലക്ഷം. ഏറ്റവും നല്ല ഫോട്ടോ കൊടുത്തത് ആ പത്രമാണ്. അപ്പൊ ആളുകൾ എന്ത് പറഞ്ഞു? നോക്കടാ മനോരമ എത്ര നല്ല വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസം ഒരു ദിവസം ഇങ്ങോട്ട് ആർജിക്കും. പിറ്റേ ദിവസം നമുക്കെതിരായിട്ടുള്ള വാർത്ത കൊടുക്കാം. ഇതാണ് മനോരമയുടെ പരിപാടി. ഒരു ദിവസം പിണറായി വിജയനെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കും. വേറെ ദിവസം പിണറായി വിജയനെ പോലത്തെ ഒരു നല്ലൊരാളില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം. അപ്പൊ ആള് വിചാരിക്കും വേറെ ഇങ്ങനെ എഴുതിയിരിക്കല്ലേ, അപ്പൊ ഇവര് നിഷ്പക്ഷമില്ലേ. ഇങ്ങനെയുള്ള പ്രചരണ പരിപാടികളുമായി ഇറങ്ങിപ്പുറക്കും തന്ത്രം ഇത് പണ്ടേ തുടങ്ങിയതാണ്. സഖാ VMS പണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് ഇവർ പറയുന്നുണ്ടെങ്കിൽ അപ്പൊ സംശയിച്ചോളണം എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ പോയാൽ ഇവരുടെ ഒന്നും പിന്തുണയോട് കൂടിയിട്ടല്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നത്. ഇവരെല്ലാം എതിർത്തിരുന്നു. ഇവരാരും പറഞ്ഞിട്ടില്ല നമ്മൾ കേരളത്തിൽ വീണ്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ മുമ്പ് നടത്തിയവരാണ് ഇതുപോലുള്ള കുത്തക മാധ്യമങ്ങൾ. അവരൊരു കാലത്ത് ആ പ്രചരണം നടത്തട്ടെ, അതവരുടെ പണിയാണ്, അതവർ ചെയ്തോട്ടെ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷക്കാർ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇങ്ങനെ നടത്തുന്ന സർവേ റിപ്പോർട്ടുകളുടെ പിന്നാലെ പോകാതെ പ്രവർത്തിക്കാനും പ്രകോപനത്തിൽ പെട്ടുപോകാതിരിക്കാനുള്ള ആത്മസംയമനം പാലിച്ച് നാട്ടിൽ സമാധാനം ഉണ്ടാക്കണം. വികസനം, സാമൂഹ്യ പുരോഗതി, സമാധാനം, അതാണ് ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം.
ഈ മുദ്രാവാക്യം ഈ ജാഥയിൽ ആവിഷ്കരിച്ചത്. കാസർഗോഡ് സംഭവത്തിന് ശേഷമല്ല ഈ മുദ്രാവാക്യം ആവിഷ്കരിച്ചത്. ജാഥ തുടങ്ങാൻ തീരുമാനിച്ച ഒരു മാസം മുമ്പ് ആവിഷ്കരിച്ച മുദ്രാവാക്യമാണ്. ഇടതുപക്ഷം ഈ കേരളത്തിൽ പുതിയൊരു സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് അക്രമരഹിതമായ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ അക്രമത്തിന് സ്ഥാനമുണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അതിന് സഹായകമായ വിധത്തിലുള്ള കർശനമായ നിയമങ്ങൾ ഈ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം ജനങ്ങളുടെ അംഗീകാരം ലഭിക്കും. ഒരു കാലത്ത് നമ്മളെ കുറിച്ച് പറഞ്ഞു ഹർത്താൽ നടത്തുന്നു എന്ന്. ഹർത്താൽ സംബന്ധിച്ച് നമ്മളൊരു തീരുമാനമെടുത്തു. എല്ലാറ്റിനും ഹർത്താൽ നടത്താൻ പാടില്ല. ഒരഭിപ്രായം വന്നു, ടൂറിസം മേഖലയെയും IT മേഖലയെയും ഈ ഹർത്താൽ പ്രതികൂലമായി ബാധിക്കുന്നു. സർവകക്ഷി യോഗം ചേർന്നപ്പോൾ ഇടതുപക്ഷം തന്നെ പറഞ്ഞു ടൂറിസത്തെയും IT മേഖലയെയും നമുക്ക് ഒഴിവാക്കാം. ഞങ്ങൾ മാതൃക കാണിച്ചില്ലേ? ഈ മിന്നൽ ഹർത്താൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. മിന്നൽ ഹർത്താൽ നടത്താൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയണം. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലൊരു മാറ്റം വരണം. നേരത്തെ ഹർത്താലിനെതിരെ ഉണ്ണാവൃതം കിടന്ന ആളാണ് MM ഹസ്സൻ. ആ ഹസ്സനാണ് KPCC പ്രസിഡന്റായപ്പോൾ ഇടയ്ക്കിടെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഈ ഹർത്താലിനെതിരെ നിയമസഭയിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ ബില്ല് അവതരിപ്പിച്ച ആളാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹമാണ് ഇപ്പോ ഇടയ്ക്കിടെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. ഇവരൊന്ന് ഒരിക്കൽ പറയുന്നു, പിന്നെ വേറൊന്ന് പറയുന്നു. ഇന്നലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞു ഇനിയും ഞങ്ങൾ ഹർത്താൽ നടത്തും. മുരളീധരനും പറഞ്ഞു ഹർത്താൽ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ആരാണ് ഹർത്താലിന്റെ ആള് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പേര് മുഴുവൻ നമുക്കെതിരായിട്ടാണ്. പക്ഷെ നടപ്പാക്കുന്നത് ഹർത്താൽ ഇവരാണെന്നുള്ള കാര്യം പിടികിട്ടിയില്ലേ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ തനിനിറം ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞു KPCC ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന്. ഇടതുപക്ഷ സമീപനം എന്താ? ഇങ്ങോട്ട് ആക്രമിച്ചാലും അങ്ങോട്ടിപ്പം ആക്രമണമൊന്നുമില്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ആക്രമിക്കാൻ പോയി കോൺഗ്രസ്സുകാർ ഡൽഹിയിൽ. CPM ഏതെങ്കിലും കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കാൻ പോയിട്ടുണ്ടോ? എന്നാൽ കോൺഗ്രസ് പറയുന്നു തിരിച്ചടിക്കുമെന്ന്. ഇടതുപക്ഷം പറയുന്നു ഞങ്ങൾ സമാധാനത്തിനാണ് നിൽക്കുന്നത്. ആരാണ് കേരളത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത് എന്നത് ഇവരുടെ ഇതിൽ തന്നെ വ്യക്തമാണ്. കേരളത്തിൽ മുമ്പും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതൊന്നും പറയേണ്ടത് സമയമല്ലേ? അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാം ജനങ്ങൾ ഓർക്കുന്ന സ്ഥിതി ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇത്തരം പ്രചരണങ്ങളൊന്നും UDFന്റെ ഇത്തരം പ്രചാരപരങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ചെലവാകാൻ പോകുന്നില്ല. സമാധാനപൂർവമായ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഇടതുപക്ഷത്തെയും ജനങ്ങൾ അംഗീകരിക്കണം. അതിന്റെ ഭാഗമായി നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ സഖാക്കൾ സമാധാനം സ്ഥാപിക്കാൻ ഇടപെടണം. ഒരു തരത്തിലും അക്രമത്തിൽ ഭാഗവാക്കാകാൻ പാടില്ല. ഇതാണ് നാം സ്വീകരിക്കേണ്ട സമീപനം. ഇനി ഇലക്ഷന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം പല ജോലികളും ഉള്ളവരാണ്. ജോലിക്കൊക്കെ പോയിക്കോ. പക്ഷെ ഒഴിവ് സമയം കിട്ടുന്നതിൽ 1 മണിക്കൂറെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ പ്രവർത്തകന്മാർ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ജനങ്ങൾക്ക് എന്നുള്ള പരിശോധിച്ച് അത് വാങ്ങിക്കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടാൻ നമുക്ക് സാധിച്ചാൽ, ഈ പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്താൽ, അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ നമുക്കൊരു പുതിയ ചരിത്രം സൃഷ്ടിക്കാം. ഇത്തവണ 2004 കോട്ടയത്തും ഇത്തവണ ഇടതുപക്ഷം ജയിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആത്മവിശ്വാസത്തോടു കൂടി നീങ്ങാൻ LDF പ്രവർത്തകന്മാർ കഴിയണം. ഈ സന്ദേശം നൽകാനാണ് ഇത്തരം ഒരു യാത്ര ഇവിടെ എത്തിയത്. ഈ ജാഥയ്ക്ക് ഇവിടെ നൽകിയ ആവേശോജ്വലമായ വരവേൽപ്പിന് ജാഥയുടെ പേരിൽ ഹൃദയംഗവുമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.